നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന മനോഹരമായ സ്ഥലം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അങ്ങനെ തമിഴ്നാട്ടിൽ നമ്മൾ വർഷങ്ങൾ കൊണ്ട് നമ്മുടെ സൂര്യകാന്തി പൂക്കുന്ന ഈ കാലത്ത് നമ്മൾ വരുന്നതാണ്. ഇന്നും നമ്മൾ വന്നു. നമ്മൾക്ക് സുന്ദരപാണ്ഡ്യപുരം എന്ന ഒരു മനോഹരമായ സ്ഥലമാണ് സൂര്യകാന്തിക്ക് അറിയപ്പെടുന്നത്. പക്ഷേ സുന്ദരപാണ്ഡ്യപുരത്ത് ഈ വർഷം അധികം സൂര്യകാന്തിയെ കാണാനില്ല. ഈ വർഷം നമ്മൾ കൊളനേരിയിലും മാണ്ടിപ്പെട്ടിയിലും അങ്ങനെ പല സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. സുന്ദരപാണ്ഡ്യപുരത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിറച്ച് മലയാളികളും അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് അവിടെ പോയാൽ നമുക്ക് വലിയ സംഭവമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയ പാടങ്ങളിലൊന്നും ഈ പ്രാവശ്യം നമുക്കതുപോലെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ വർഷം നമ്മൾ നോക്കുമ്പോൾ മനോഹരമായ ഈ ഒരു പാടത്തിൻ്റെ നടുക്ക് നമുക്ക് ഇങ്ങനെ വന്ന് നിൽക്കാൻ സാധിക്കും. ഒരു മനുഷ്യൻ്റെ കുഞ്ഞു പോലും ഇല്ല. അത്ര മനോഹരമായിട്ട് ഈ ഒരു സൂര്യകാന്തിയൊക്കെ കാണാൻ സാധിക്കും. വെയ്യ ഉണങ്ങി കേട്ടോ. ഇപ്പം ഞാൻ ഇല്ലയെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. എത്ര സുന്ദരമായ കാഴ്ചയാണല്ലേ. ഒരു മനുഷ്യനെ പോലും കാണാനില്ല. നമ്മളും അങ്ങ് ദൂരെ നമ്മുടെ വണ്ടിയൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും. മനോഹരമായ ഈ സ്ഥലം, എത്ര സുന്ദരമാണ് ഈ സ്ഥലം. ഒരു തേനീച്ച തൻ്റെ ജോലി ചെയ്യുകയാണ്. അതെ, നമുക്കിങ്ങനെ ഒരുപാട് തേനീച്ചകൾ തേൻ കുടിക്കുന്നതും എല്ലാം കാണാൻ സാധിക്കും. ഈ സ്ഥലത്ത് വന്നാൽ നമുക്കിതൊക്കെ കാണാൻ സാധിക്കുന്നതാണ് അല്ലേ. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അതെ, സൂര്യകാന്തി എന്ന് പറയുമ്പോൾ സൂര്യനെ നോക്കി നിൽക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു സ്വഭാവം. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സൗന്ദര്യം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എല്ലാ ഭാഗത്തു നിന്നും ഒരേ സൗന്ദര്യമല്ല സൂര്യകാന്തിക്ക്. ബാക്കിൽ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സൂര്യകാന്തി ആണെന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെ മനോഹരമായി ഈ പാടത്തിൻ്റെ നടുക്കൂടെ നമുക്കിങ്ങനെ നടക്കാൻ സാധിക്കും കേട്ടോ. എത്ര സുന്ദരമാണ് ഈ പാടം. ഇവിടെ വേറെ ഏതാണ്ടൊക്കെ കൃഷിയുണ്ട്. അവിടെ വിശാലമായി കിടക്കുകയാണ് നമ്മുടെ സൂര്യകാന്തി പാടം. നമുക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. ഇവിടെ ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കില്ല. സുന്ദരപാണ്ഡ്യപുരത്ത് വല്ലതും പോയാൽ അവിടെ ദൈവമേ വണ്ടിയിടാൻ സ്ഥലമില്ല, ഒന്നിനും സ്ഥലമില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് സ്ഥലമുണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇങ്ങനെ സുന്ദരമായ ഒരു സൂര്യകാന്തി പാടം, അവിടെ ഇവിടെയും എല്ലാം നിറഞ്ഞു കിടക്കുന്ന സൂര്യകാന്തി പാടം. SPN എന്ന് പറയുന്ന ഒരു കട്ടക്കമ്പനി എന്തോ അടുത്തുണ്ട് കേട്ടോ. അടുത്ത് മില്ലറ്റ്, ഇത് മില്ലറ്റാണ്. ഞാനിങ്ങനെ ഗൂഗിളിൽ കയറി നോക്കിയപ്പോഴാണ് മില്ലറ്റാണെന്ന് മനസ്സിലായത്. നമ്മുടെ എന്താ പറയുന്നത്, നമ്മൾ ഈ പുട്ടൊക്കെ ഉണ്ടാക്കി തിന്നാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മില്ലറ്റ് എന്നൊക്കെ പറയുന്ന സംഭവം. ചെറു മണി അങ്ങനെ ഉണ്ടാക്കിയൊക്കെ അതിന് പേര് പറയുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നവർ പറയുക കേട്ടോ. അത്ര മനോഹരമായ കാഴ്ചയാണ്. സുന്ദരപാണ്ഡ്യപുരത്ത് പോയാൽ അങ്ങനെ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്കില്ലേ ഈ സൂര്യകാന്തി കാണാൻ ആഗ്രഹം ഉണ്ടായിരിക്കും കേട്ടോ. കൊല്ലം, തിരുവനന്തപുരം ഒക്കെ ഉള്ളവർക്കൊക്കെ അടുത്ത് വരാൻ സാധിക്കും. പത്തനംതിട്ട, പിന്നെ അടുത്ത് വരാൻ സാധിക്കുന്നത് എറണാകുളമൊക്കെ ഉള്ളവർക്കും വരാം. സൂര്യകാന്തി കാണാൻ വയനാടൊക്കെ ഉള്ളവർക്ക് സൈഡിലോട്ട് കയറിപ്പോയി അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. ഏതാ കർണാടക പോകുന്ന വഴി. ഇവിടെ നാണ്ട ഇഷ്ടം പോലെ അങ്ങ് കിടക്കുകയാണ്. വളരെ വളരെ വിശാലമായ തോട്ടം. ഒരു MLA യുടെ തോട്ടമാണ് കേട്ടോ. ഇവിടുത്തെ MLA യുടെ തോട്ടം ആയതുകൊണ്ട് തന്നെ ഇത്ര സുന്ദരമായിട്ട് കിടക്കുന്നു. ഒരുത്തനും കയറി വന്ന് ആക്രമിക്കത്തില്ലെന്ന് തോന്നുന്നു. MLA എന്നൊക്കെ പറഞ്ഞാൽ പേടിയാന്ന് തോന്നുന്നേ. DMK MLA ആയത് ഇതെല്ലാം തീർന്നു. ഇതിനകത്തുനിന്ന് ഒരു സൂര്യകാന്തിയൊക്കെ ഇങ്ങനെ പൂ പിടിച്ച് കിടക്കുന്ന ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയൊന്നുമില്ല. പക്ഷെ ദൂരേന്ന് ഈ സൈഡിൽ നിന്നൊക്കെ നോക്കിയാൽ എത്ര ഭംഗിയാണ് ഈ സംഭവത്തിന്. നമ്മൾ ബാക്കിൽ നിന്ന് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അയ്യേ സൂര്യകാന്തിയോ, ഇതോ സൂര്യകാന്തി എന്ന് ചിന്തിക്കും. പക്ഷേ ഇതും സൂര്യകാന്തിയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സൂര്യകാന്തി. ഒരു സൈഡിൽ നിന്ന് തൊട്ട് ഒരു സൈഡ് വരെ എങ്ങ് കിടക്കുകയാണ്. അവിടെ തെങ്ങുകളും ഇവിടെ മില്ലറ്റും, ഒരു കാക്കക്കുയിൽ ഒരു മില്ലറ്റിൻ്റെ പുറത്തിരുന്ന് ആടുന്നുണ്ട്. അങ്ങ് ദൂരെ നോക്കുമ്പം മനോഹരമായ വിൻഡ് മില്ലും എല്ലാം കൊണ്ട് ഒരു കാക്കക്കുയിൽ ഓടി പറന്നു പോകുന്നുണ്ട്. ആ കാക്കക്കുയിൽ നമ്മളെ കണ്ടുകൊണ്ട് പറന്നതാണ്. ഇങ്ങനെ കാക്കക്കുയിലിനെയൊക്കെ കണ്ട് മനോഹരമായിട്ട് നമുക്ക് അങ്ങനെ കാക്കക്കുയിൽ ഇപ്പം പറക്കുന്നില്ല കേട്ടോ. ആ മില്ലറ്റ് തിന്നാൻ വന്നതാണ്. അയ്യോ, അവൻ പറന്ന് അവൻ അടുത്ത മില്ലറ്റിൻ്റെ പുറത്തോട്ട് പോയിരുന്നു. അവനങ്ങ് പറന്ന് ദൂരെ പോയി.
ഇത്ര സുന്ദരമായ ഒരു വലിയ തോട്ടം എന്നൊക്കെ പറഞ്ഞാൽ സൂര്യകാന്തി തോട്ടം ഇതായിരിക്കണം, അല്ലാതെ അവിടെ ഇവിടെ ഓരോന്നോ രണ്ടോന്നോ അല്ല. ഇത്ര മനോഹരമാണ്. ഒരുപാട് തോട്ടങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ സുന്ദരപാണ്ഡ്യപുരത്ത് നിന്ന് കുറച്ച് ദൂരം വരണം, 10-20 കിലോമീറ്റർ അപ്പുറമായിരിക്കണം ഇത് കേട്ടോ. അങ്ങനെ പൂക്കളെല്ലാം കൂടി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നു, വണ്ടികൾ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നു. മനോഹരമായ കാഴ്ചകൾ, എന്നാൽ മനോഹരമായ കാഴ്ചകൾ, സുന്ദരമായ കാഴ്ചകൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നീലക്കുറിഞ്ഞി കാണാൻ പോയായിരുന്നു. ഈ വീഡിയോകളിൽ മഞ്ഞ കളറുള്ള സൂര്യകാന്തി, നീല കളറുള്ള കുറിഞ്ഞി കാണാൻ പോയിട്ട് ഇപ്പോൾ മഞ്ഞ കളറുള്ള സൂര്യകാന്തി കാണാൻ വന്നിരിക്കുകയാണ്. എത്ര മനോഹരമായ കാഴ്ചകൾ, സുന്ദരമായ കാഴ്ചകൾ. ഇതാ കാണണം മോനെ. ബാക്കിൽ തെങ്ങുകളുണ്ട് കേട്ടോ, ഒരുപാട് തെങ്ങുകൾ നിറഞ്ഞിരിക്കുന്ന മനോഹരമായ തോട്ടം. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അയ്യോ ഇങ്ങനെ മനോഹരമായ കുറേ കാഴ്ചകളാണ് ഇവിടെ മുഴുവനുള്ളത്. സുന്ദരമായ കാഴ്ചകൾ, എത്ര സുന്ദരമാണ് ഈ കാഴ്ചകൾ. വീഴ്ചകളാണ് കേട്ടോ, തറയെ നോക്കി നടന്നില്ലെന്നുണ്ടെങ്കിൽ തേനീച്ചകൾ അവരുടെ ജോലി തുരുതുരാ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കാറ്റും തോട്ടവും വിൻഡ് മില്ലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വന്ന് കാണിപ്പിക്കാം. സൂപ്പറാണ്, സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ വന്ന് കണ്ട് സന്തോഷത്തോടെ പോകണം കേട്ടോ.